നമസ്കാരം. ഇറാൻ യുദ്ധത്തിനിടെ ഗതികെട്ട് നിൽക്കുന്ന ട്രംപിനെ കുരുക്കി മാളത്തിൽ നിന്ന് തലപൊക്കി നെതന്യാഹു രംഗത്തിറങ്ങി. ഇറാനെ ആണവായുധം കൈവശം വെക്കാൻ അനുവദിക്കില്ലെന്ന തേഞ്ഞു പൊളിഞ്ഞ വാദവുമായിട്ടാണ് നെതന്യാഹുവിൻ്റെ പുതിയ പ്രഖ്യാപനം. ഗാസയിൽ നിന്ന് പിൻവലിയില്ലെന്ന പ്രഖ്യാപനവും ഒപ്പം നടത്തി. US-നെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് സമാധാന കരാറിലേക്ക് നീങ്ങുന്നത് തകർക്കാനുള്ള നീക്കമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. എന്തിനാണ് നെതന്യാഹുവിൻ്റെ ഈ പെട്ടെന്നുള്ള ഇറങ്ങിപ്പുറപ്പാട്? എന്തായാലും ഇസ്രായേൽ പരസ്യമായി രംഗത്തെത്തിയത് ഒരു ഭാഗത്ത് ഹോർമുസിനെ മുൻനിർത്തി സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടെ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല US-ന്റെ സഹായമില്ലാതെ തന്നെ ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികൾ ഇസ്രായേൽ ആലോചിക്കുന്നുണ്ട് എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇറാന്റെ തിരിച്ചടി ഒറ്റയ്ക്ക് താങ്ങിക്കൊള്ളണം എന്ന US-ന്റെ നിലപാട് ഇസ്രായേലിന് പ്രതിസന്ധിയുമാണ്. US യുദ്ധം നിർത്താനുള്ള പെടാപ്പാടിൽ നിൽക്കെ നിലവിൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ നെതന്യാഹുവിൻ്റെ ഈ പടപ്പുറപ്പാട് എന്ത് കാരണത്താലാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. നമുക്ക് നിലവിലെ ഏറ്റവും ഒടുവിലത്തെ ഡെവലപ്മെന്റുകൾ 5 എണ്ണം നോക്കാം. ഒന്നാമത്തേത്, ആയുധ ശേഖരത്തിലെ കുറവ് പരിഹരിക്കാൻ US അടിയന്തര നടപടി ആരംഭിച്ചുവെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇറാനുമായുള്ള യുദ്ധത്തെ തുടർന്ന് സൈന്യത്തിന്റെ ആയുധ ശേഖരത്തിലുണ്ടായ വൻ കുറവ് പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് ഉൽപ്പാദനം അടിയന്തരമായി വർദ്ധിപ്പിക്കാൻ പ്രതിരോധ കമ്പനികൾക്ക് പെന്റഗൺ കർശന നിർദ്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ട്. ഡെപ്യൂട്ടി ഡിഫൻസ് സെക്രട്ടറി സ്റ്റീവ് ഫെയിൻബർഗ് പ്രതിരോധ മേഖലയിലെ പ്രമുഖ കമ്പനികൾക്ക് കത്തയച്ചു എന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നു. ആയുധ ഉൽപ്പാദനവും വിതരണവും ഗണ്യമായി വർദ്ധിപ്പിക്കാനുള്ള വ്യക്തമായ പദ്ധതി 21 ദിവസത്തിനകം സമർപ്പിക്കാനാണത്രേ നിർദ്ദേശം. വർഷങ്ങൾ നീളുന്ന സമയം ആയുധ നിർമ്മാണത്തിന് ഇനി അനുവദിക്കാനാകില്ല എന്ന് കത്തിലുണ്ട്. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ പഠനപ്രകാരം US-ന്റെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ എണ്ണത്തിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരുന്നത്. യുദ്ധത്തിന് മുമ്പ് 2330 എണ്ണം ഉണ്ടായിരുന്ന പേട്രിയറ്റ് മിസൈൽ സംവിധാനം ഏപ്രിലിലെ വെടിനിർത്തൽ സമയത്ത് 1030 കുറഞ്ഞു. നിലവിൽ ഇത് 759-നും 827-നും ഇടയിലേക്ക് ചുരുങ്ങി എന്നാണ്. അതായത് 65% കുറവുണ്ടായി എന്നാണ്. യുദ്ധത്തിന് മുമ്പ് 452 എണ്ണം ഉണ്ടായിരുന്ന താഡ് പ്രതിരോധ സംവിധാനം നിലവിൽ 234-നും 278-നും ഇടയിലേക്ക് ചുരുങ്ങി. ഏകദേശം 38% കുറവ്. ട്രംപ് ഇക്കാര്യം പരസ്യമായി സമ്മതിച്ചിട്ടില്ല. പക്ഷേ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഒടുവിലത്തെ വാർത്ത അത് സ്ഥിരീകരിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തെ മെച്ചപ്പെടുത്താൻ ഉള്ള നിർണായകമായ ആഹ്വാനം, ആയുധങ്ങൾ പെട്ടെന്നുണ്ടാക്കിയേ പറ്റൂ എന്ന നിർദ്ദേശം. എന്നാൽ ഇത് ഇറാനെതിരായ യുദ്ധം മുൻനിർത്തിയല്ല. മറ്റു മേഖലകളിൽ നിന്നുള്ള ഭീഷണി, US-ന്റെ പ്രഖ്യാപിത എതിരാളികളുടെ വളർച്ചയിലുള്ള ആശങ്ക, ഇതെല്ലാം US-ന് പ്രധാനമാണ്. ഒരു ഭാഗത്ത് ചൈന, മറ്റിടത്ത് യുക്രൈനിൽ റഷ്യ നടത്തുന്ന ആക്രമണം, US-ന്റെ മറ്റ് ലക്ഷ്യങ്ങൾ, ഇതെല്ലാം മുൻനിർത്തി കയ്യിലുള്ള ആയുധം മുഴുവൻ ഇറാനിൽ കൊണ്ട് തുലച്ചിട്ട് പെരുവഴിയിലായിക്കൂടാ എന്നുള്ള ജാഗ്രതയാണ് US ഇപ്പോൾ പുലർത്തുന്നത്. ആയുധശേഖരം ബലപ്പെടുത്തുന്നതിനിടെ ഇറാനിൽ ഇനിയൊരു യുദ്ധവുമായി പോകാൻ US താല്പര്യപ്പെടുന്നുമില്ല. ഹോർമുസിനെ മുൻനിർത്തിയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന റിപ്പോർട്ടും ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട്. ഹോർമുസിലെ സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട ഇറാന്റെ പ്രതികരണം വെളിപ്പെടുത്തി US വൈസ് പ്രസിഡന്റ് JD വാൻസ് രംഗത്തെത്തിയതാണ് രണ്ടാമത്തെ പ്രധാന സംഭവം. ഹോർമുസിൽ കപ്പലുകൾക്ക് ടോൾ ഈടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇറാൻ ഉറപ്പ് നൽകിയതായി JD വാൻസ് വെളിപ്പെടുത്തി. എന്നാൽ ഇറാൻ ഇക്കാര്യം വാക്കാൽ മാത്രമേ പറഞ്ഞുള്ളൂ എന്നും ഉറപ്പ് രേഖാമൂലം കിട്ടിയാലേ തുടർ നടപടികൾ സ്വീകരിക്കാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മേഖലയിലെ സമുദ്ര സുരക്ഷയും ഗതാഗതവും പുനഃസ്ഥാപിക്കുന്നതിനായി ഇറാനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയെ സംഘർഷത്തിന് മുമ്പുള്ള സ്ഥിതിയിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് US-ന്റെ ലക്ഷ്യം. മുമ്പത്തെ പോലെ എണ്ണയും പ്രകൃതിവാതകവും കടലിടുക്കിലൂടെ വിതരണം ചെയ്യപ്പെടണമെന്നും JD വാൻസ് പറഞ്ഞു. ഇറാനെ ആക്രമിക്കാൻ US-ഉം നെതന്യാഹുവും ഇറങ്ങുന്നത് വരെ ഹോർമുസ് ഒരു ചർച്ചാ വിഷയം പോലുമായിരുന്നില്ല. റെജിം ചേഞ്ച്, അതായത് സർക്കാരിന്റെ മാറ്റം, പുതിയ പാവ സർക്കാർ, ഈ പ്രഖ്യാപനവുമായി യുദ്ധത്തിനിറങ്ങിയ അമേരിക്കയെ ഹോർമുസിൽ പിടിച്ചാണ് ഇറാൻ പിടിച്ചു നിർത്തിയത്, പ്രതിരോധിച്ചു നിന്നത്. ഹോർമുസിലെ പരമാധികാരം ഇറാനാണെന്നും ഇറാനെ ആക്രമിക്കുന്ന രാജ്യങ്ങളെ സഹായിക്കുന്നവരോട് തിരിച്ചടിക്കുമെന്നും അവരുടെ കപ്പലുകൾ കടത്തിവിടില്ലെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇറാന്റെ ആ തിരിച്ചടി, നിർണായകമായ ആ നീക്കം ഫലിച്ചത്. ഇതോടെ ലോകത്തെങ്ങുമുള്ള എണ്ണ കൈമാറ്റം കുരുക്കിലായി. ഭൗമരാഷ്ട്രീയത്തിൽ വലിയ സമ്മർദ്ദങ്ങൾ അമേരിക്കയ്ക്ക് മേൽ രൂപപ്പെട്ടു. എല്ലാത്തിനും US ഉത്തരം പറയേണ്ടി വരുന്ന സ്ഥിതിയായി. ഇതോടെയാണ് യുദ്ധത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊക്കെ മാറ്റി ഇപ്പോൾ JD വാൻസ് പറഞ്ഞാൽ ഹോർമുസിലേക്ക്, അതായത് യുദ്ധം ആരംഭിച്ചതിന് ശേഷം രൂപപ്പെട്ട പുതിയ അജണ്ട, ഹോർമുസ് പ്രധാന പ്രശ്നമായി മാറിയത് എന്നുള്ളത് ആ സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കണം. എങ്ങനെയെങ്കിലും ഹോർമുസിലൂടെ യാത്ര ചെയ്യാൻ അനുവദിച്ചാൽ മതി എന്നായി US. ഈ ഘട്ടത്തിലാണ് JD വാൻസ് ഹോർമുസ് മാത്രമാണ് വെടിനിർത്തലിന് മുമ്പുള്ള മുഖ്യ പ്രശ്നം എന്ന നിലപാടിലേക്ക് എത്തിയത്. നേരത്തെ കപ്പലുകളിലെ
ചരക്കിൻ്റെ മൂല്യത്തിൽ 5 മുതൽ 7% വരെ ട്രാൻസിറ്റ് ഫീസായി ഈടാക്കാൻ ഇറാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതൊക്കെ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള നീക്കങ്ങളായിരുന്നു. എന്നാൽ അത് അവരുടെ സമ്മർദ്ദ തന്ത്രം കൂടി ആയിരുന്നു. ഈ ഘട്ടത്തിൽ യുദ്ധത്തിൽ തിരിച്ചടിക്കാൻ US-നെതിരായ ഒരു മാർഗം. ഇപ്പോൾ അങ്ങനെ ഒരു പദ്ധതി ഇല്ലെന്ന നിലപാട് പറഞ്ഞതോടെ അത് കൂടുതൽ വ്യക്തമായി. സമാധാന ചർച്ചകൾ ഹോർമുസിനെ കേന്ദ്രീകരിച്ച് തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ യുദ്ധം എന്ന് ആരംഭിച്ചുവോ അന്ന് 6 മാസം മുമ്പ് യുദ്ധം ആരംഭിക്കുമ്പം നടത്തിയ ലക്ഷ്യങ്ങൾ ഒന്നുമല്ല ഇപ്പോൾ സമാധാനത്തിനുള്ള കാരണമായി പറയുന്നത്. എങ്ങനെയെങ്കിലും ഹോർമുസിലെ യാത്ര അനുവദിച്ചാൽ മാത്രം മതി എന്ന ഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് JD വാൻസിൻ്റെ ഈ പ്രഖ്യാപനവും നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത്. എന്നാൽ അമേരിക്ക അവരുടെ സമീപനവും നിലപാടുകളും തിരുത്താതെ കടലിടക്ക് തുറക്കില്ലെന്ന നിലപാടുമായി ഇറാൻ രംഗത്തെത്തി. അതാണ് ഈ വീഡിയോയിലെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഇറാന്റെ നിലപാട് പ്രഖ്യാപനം. ഇറാനെതിരെ ഇനി അമേരിക്ക സൈനിക ഭീഷണി ഉയർത്തരുത് എന്ന് ഉറപ്പ് വേണമെന്ന് ദേശീയ സുരക്ഷാ സമിതി ആവശ്യപ്പെട്ടു. ഇറാനും ഇറാനെ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങൾക്കുമെതിരായ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കണം എന്ന് സുരക്ഷാ സമിതി സെക്രട്ടറിയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കമാൻഡറുമായ മുഹമ്മദ് ബാഗർ സൊൽഖദാർ പറഞ്ഞു. ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധം നീക്കണം, മേഖലയിലെ സൈനിക സാന്നിധ്യം പിൻവലിക്കണം, യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം, വിദേശ രാജ്യങ്ങളിലെ ഇറാൻ ആസ്തികൾ വിട്ടു നൽകണം തുടങ്ങിയ മുന്നുപാധികൾ അത് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. ജൂൺ 17 നിലവിൽ വന്ന ഇസ്ലാമാബാദ് ധാരണാപത്രം ലംഘിച്ചതിന് US നഷ്ടപരിഹാരം നൽകണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതേസമയം ഹോർമുസിനെ മുൻനിർത്തി ഒമാൻ ഇറാനുമായി നടന്ന ചർച്ച പുരോഗമിക്കുകയാണ് എന്ന് ഒമാൻ വ്യക്തമാക്കിയത് സമാധാനപരമായ പര്യവസാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ആന്റി ക്ലൈമാക്സിലേക്ക് നീക്കാനുള്ള നെതന്യാഹുവിൻ്റെയും ഇസ്രായേലിൻ്റെയും നീക്കമാണ്. അതിൽ 4ാമത്തെ പോയിന്റ് അതിനിടെയുണ്ടായ പ്രധാനപ്പെട്ട സംഭവമാണ്. ഇറാൻ യുദ്ധത്തിൽ കൈകൊള്ളിയിരിക്കുന്ന ഇസ്രായേലിൻ്റെ ഇടപെടൽ. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി മരിക്കാൻ പോവുകയാണ് എന്നും മാധ്യമങ്ങളിൽ ഇസ്രായേൽ വാർത്ത പ്രചരിപ്പിച്ചു. മുജ്തബ ഖമനേയിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നും അദ്ദേഹം മരണാസന്നനാണ് എന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ പിന്നാലെ ഇറാൻ സർക്കാർ വാർത്താ ഏജൻസിയായ മെഹർ ന്യൂസ് വഴി മുജ്തബ അനുയായികളുമായി സംസാരിക്കുന്ന വീഡിയോ തിരിച്ചടിയായി പുറത്തുവിട്ടു. ഇത് ഈ ഡെവലപ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ കാര്യമാണ്. ഖമനേയിയുടെ ആരോഗ്യനിലയെക്കുറിച്ചും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന പ്രചരണങ്ങൾ ഉയർത്തിയുള്ള റിപ്പോർട്ടുകളെക്കുറിച്ചും മുൻനിർത്തി പ്രതിരോധിക്കാനാണ് ഇറാൻ സർക്കാർ വീഡിയോ പുറത്തുവിട്ടത്. ഖമനേയിയുടെ ആരോഗ്യനില ഉയർത്തി അസാധാരണമായി ഇസ്രായേൽ മാധ്യമം ചാനൽ 14 ആരംഭിച്ച പ്രചരണമാണ് പാശ്ചാത്യ മാധ്യമങ്ങളും ഏറ്റുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത ഏത് നിമിഷവും കേൾക്കാം എന്നായിരുന്നു ജെറൂസലേം പോസ്റ്റും റിപ്പോർട്ട് ചെയ്തത്. അതിന് പിന്നാലെയാണ് മഹർ മുജ്തബയുടെ ദൃശ്യം പുറത്തുവിട്ടത്. എന്നാൽ മുജ്തബയുടെ ദൃശ്യം പുതിയതല്ല എന്നാണ് US ഇസ്രായേലി മാധ്യമങ്ങൾ പിന്നീട് ഇപ്പോൾ വിശദീകരിക്കുന്നത്. മുജ്തബയ്ക്ക് പരിക്കേറ്റിരിക്കുകയാണെന്നും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ശാരീരികാവസ്ഥ ഇങ്ങനെയല്ലെന്നും പുറത്തു വന്ന വീഡിയോ പുതിയതാണോ പഴയതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടും ഇല്ല എന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും നിഗമനം. ഇസ്രായേലിൻ്റെ കുപ്രചരണത്തെ പൊളിക്കാൻ ഇറാൻ പുറത്തുവിട്ടതാകാം വീഡിയോ എന്നും പല മാധ്യമങ്ങളും നിരീക്ഷിക്കുന്നു. എന്നാൽ ഇറാൻ ഇപ്പോഴും ഭരണപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഖമനേയിയാണ് ചുമതലപ്പെടുത്തിയത്. അദ്ദേഹം അത് ചെയ്യുന്നുണ്ട് എന്നും ഇറാൻ ഭരണകൂടവും പറയുന്നു. ഇനി 5ാമത്തെ കാര്യമാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്, ഇസ്രായേലിൻ്റെ ഈ പ്രകോപനത്തിൻ്റെ കാരണം എന്താണ് എന്നാണ്. ഇസ്രായേൽ ഈ ഘട്ടത്തിൽ നടന്ന കുത്തിത്തിരിപ്പ് ഫലിക്കുമോ എന്ന് US-ന് എങ്ങനെയെങ്കിലും യുദ്ധരംഗത്ത് ഇറക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന ശ്രമം ഫലിക്കുമോ എന്നുള്ള ആശങ്ക. സൈനികർക്ക് അനുവദിച്ച അവധികൾ റദ്ദാക്കി ജോലിയിൽ പ്രവേശിക്കാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയതായി ഇസ്രായേലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാനെ ചൊല്ലി അമേരിക്കയുമായി നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുകളുണ്ട് എന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് ഈ വാർത്തകൾ. അതിന് പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നാമത്തേത് അമേരിക്ക ഇക്കാര്യത്തിൽ ഇസ്രായേലിനെ ഇനി ഇറാൻ ആക്രമിക്കുന്നതിന് കൂടെ നിൽക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ്. രണ്ടാമത്തേത് ഇറാൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു സുപ്രധാനമായ നിലപാട് പ്രഖ്യാപനമാണ്. അതായത് സൗദിയും തുർക്കിയും നേതൃത്വം നൽകുന്ന നാറ്റോയ്ക്ക് ബദലായ ഇസ്ലാമിക് നാറ്റോ എന്നുള്ള സഖ്യ രാജ്യങ്ങളുടെ മുസ്ലിം രാജ്യങ്ങളുടെ സഖ്യ സംവിധാനത്തെക്കുറിച്ച് ഇറാൻ നടത്തിയ നിലപാട് പ്രഖ്യാപനമാണ്. ഇത്രയും കാലം GCC രാജ്യങ്ങളിലടക്കമുള്ള മുസ്ലിം രാജ്യങ്ങളുമായി പല രീതിയിൽ അകൽച്ചയിലുള്ള രാജ്യമാണ് ഇറാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് സൗദി അമേരിക്കയുമായാണ് സഖ്യത്തിൽ, എന്നാൽ ഇറാനുമായി കടുത്ത എതിർപ്പിലാണ്, ശത്രുതയിൽ തന്നെയാണ് എന്ന് പറയാവുന്ന നിലവിലുള്ള സാഹചര്യമുണ്ട്. എന്നാൽ പുതിയ രാഷ്ട്രീയ ഭൗമ സാഹചര്യത്തിൽ ഇറാൻ അമേരിക്കയെ പ്രതിരോധിച്ച് നിന്ന് സമാനമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ലോകരാഷ്ട്രീയത്തിൽ അമേരിക്കൻ അതിക്രമങ്ങൾക്കെതിരെ പ്രതിരോധിച്ച് നിൽക്കാൻ ഇറാന്റെ നേതൃത്വത്തിലുള്ള ഒരു ശക്തിക്ക് കഴിയുമെന്ന് അബ്ബാസ് അരാക്ചിയുടെ നിലപാട് പ്രഖ്യാപനവും ഇസ്ലാമിക് നാറ്റോ എന്ന കൺസെപ്റ്റിനൊപ്പം നിൽക്കാൻ അവർ ഞങ്ങളുടെക്കൊപ്പം നിൽക്കണം എന്നുള്ള ഇറാന്റെ പുതിയ ആശയ അവതരണവും പ്രധാനപ്പെട്ട ചർച്ചയായി മാറി. ഇതോടെയാണ് നെതന്യാഹു പരിഭ്രാന്തനായത് എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
അതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഗാസയിലെ നിലപാടിൽ നിന്നും ഇറാനിലെ അമേരിക്കയുടെ നിലപാടിൽ നിന്നും ഇസ്രായേൽ ഭിന്നമായ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നത് എന്ന് വേണം. ഇസ്രായേൽ ഒറ്റയടിക്ക് യുദ്ധരംഗത്ത് ഇറങ്ങാനുള്ള ഭാവത്തിലാണ് എന്ന തോന്നലിലേക്കും കാര്യങ്ങൾ എത്തിയത്. ഇസ്രായേൽ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കാൻ ഇറാനും ഒരുങ്ങിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അത് ഇസ്രായേലിന് ഒറ്റയ്ക്ക് എത്രത്തോളം താങ്ങാനാകുമെന്ന ചോദ്യം അവശേഷിപ്പിക്കുന്നു. എന്നാൽ നെതന്യാഹുവിന് ഇസ്രായേലിൽ ആഭ്യന്തരമായി നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ യുദ്ധം മാത്രമാണ് അദ്ദേഹത്തിനൊരു പോംവഴി. ഇറാനെതിരെ കനത്ത ആക്രമണം നടത്തിയാൽ അവിടെ ഉണ്ടാകുന്ന നാശവും മരണസംഖ്യയും ചൂണ്ടിക്കാണിച്ച് ഇസ്രായേലികളുടെ പിന്തുണ ആർജിക്കുകയും വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയും അധികാരം നിലനിർത്താൻ കഴിയും എന്നുമുള്ള കുതന്ത്രം. എന്നാൽ ആ കുതന്ത്രത്തിന് ഇറങ്ങിയാൽ പൊടി പോലും കാണില്ല എന്ന് വെല്ലുവിളിയാണ് ഇറാൻ ഇപ്പം നടത്തുന്നത്. ഒപ്പം ഇസ്ലാമിക് നാറ്റോ സഖ്യത്തിൻ്റെ സാധ്യതകൾ മുന്നോട്ട് വെച്ചത് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്, ഭാവിയിൽ നേരിടാൻ ഇടയുള്ള വെല്ലുവിളികളുടെ അടിസ്ഥാനത്തിൽ. US-ൻ്റെ സഹായമില്ലെങ്കിൽ നെതന്യാഹുവും ഇസ്രായേലും കുരുങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ഇനി എന്തൊക്കെ നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.